മരണമുള്ള എല്ലാവരും മരിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ശരീരം പ്രാപിച്ച് ലോകാവസാന ദിവസം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അവരവരുടെ ന്യായവിധിക്ക് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമായിരിക്കാൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും കുറ്റം ചെയ്തവരും എല്ലാവരും പാപമുള്ളവരും പാപമില്ലാത്ത ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരും ആയിരിക്കുന്നത് കൊണ്ട് ആ സത്യസന്ധനായിരിക്കുന്ന സത്യപൂർണനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽപ്പാൻ നമുക്ക് യോഗ്യത വേണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പാപമോചനം ആവശ്യമാണ്. ആ പാപമോചനം അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആകയാൽ മരണമുള്ള എല്ലാ മനുഷ്യരും, നിങ്ങൾ സമ്പന്നരോ ദരിദ്രരോ നിങ്ങൾ ഉന്നതന്മാരോ പുരോഹിതന്മാരോ ആരുമായിക്കൊള്ളട്ടെ, മരണമുള്ള ഏത് മനുഷ്യനും ഞങ്ങളെ അല്പനേരം കേട്ടുകൊള്ളുവിന്. നമുക്ക് പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് ഇനി ഭൂമിയിൽ ഉണ്ടാകുന്ന ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന വിഷയം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ ധൈര്യമുള്ളവരാരുണ്ട്? നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും മതപരമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് നാളെ മരിച്ചതിന് ശേഷം ആത്മരൂപിയായിരിക്കുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് പ്രിയപ്പെട്ടവരെ വാക്കുകളെ കേട്ടുകൊള്ളുവിന്. ആകയാൽ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി മതഭക്തികളെ വിട്ടുകളഞ്ഞ് ഞാൻ മരണമുള്ള ഒരു മനുഷ്യനാണ്, പുഴുതുല്യമായിരിക്കുന്ന ഒരു ആയുസ് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള ഒരു ബോധത്തോടു കൂടി നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം നൽകി തരുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. യേശു ക്രിസ്തു ഇങ്ങനെയാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഇത് ആരാണ് ഈ അധ്വാനിക്കുന്നവര്? നോക്കുവിൻ, നമുക്കറിയാം നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റും നല്ല മനോഹരവും വലിയ വിലയുള്ളതുമായിരിക്കുന്ന വീടുകൾ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഞങ്ങൾക്കതിൽ സന്തോഷവുമുണ്ട്. എല്ലാവരും ഇതുപോലത്തെ വീടുകൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഓർത്ത് നോക്കിക്കൊള്ളുവിന്. നിങ്ങളുടെ ആ കൗമാര കാലങ്ങളിലെ ദാരിദ്ര്യത്തെയും ഇല്ലായ്മകളെ പറ്റി ഒന്ന് ചിന്തിച്ചു കൊള്ളുവിന്. നിങ്ങൾ ഗൾഫ് നാടുകളിലോ അല്ലെങ്കിൽ വിദേശ നാടുകളിലോ നമ്മൾ വിദ്യാസമ്പന്നരായിട്ട് നല്ല ജോലി നേടിയോ ഒക്കെയും ഉണ്ടാക്കിയ പണമാണിത് എന്ന് ആണ് നമ്മുടെ അനുഭവമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ മനോഹരമായിരിക്കുന്ന ഭവനത്തിൽ താമസിക്കുന്നുവെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടി അല്ലയോ കടന്നു പോകുന്നത്. പുറമെ മറ്റുള്ളവർ കാണുമ്പോൾ മനോഹരമായിരിക്കുന്ന വീടുകൾ, നല്ല സമ്പത്തുള്ളവര്, നല്ല കാറുകൾ ഒക്കെയും കാണുന്നുണ്ട്. ചിലർ നിങ്ങളെ നോക്കി അസൂയപ്പെടുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളൊക്കെയും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടി അല്ലയോ കടന്നു പോകുന്നത്. കഠിനമായിരിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലയോ? നാളെ പറ്റിയുള്ള ഭാരങ്ങള്, കടബാധ്യതകള്, ആ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിചാരങ്ങള്, കുടുംബ തകർച്ചകള്, അനവധി നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചൂഴ്ന്നു നിൽക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്, അരുതാത്ത പണം, അതായത് നമ്മൾ അധ്വാനിക്കാത്ത പണം കള്ളം പറഞ്ഞോ ഏതെങ്കിലും തെറ്റായ വഴികളിലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ അവസാന നാൾ വരെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിലും നിരാശയിലുമാണ്. അവസാനം മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഓരോ മതത്തിന്റെയും പുരോഹിതന്മാർ, ക്രിസ്തീയ മതത്തിന്റെ പുരോഹിതന്മാർ ഉൾപ്പെടെ കാണിച്ചു തരുന്ന സത്യമല്ലാത്ത കാപട്യകരമായിരിക്കുന്ന ഉപദേശങ്ങളെ കേട്ടുകൊണ്ട് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഉപദേശം വിട്ട് പാപമോചനം നേടാതെ പ്രിയപ്പെട്ടവരെ, പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് മരിച്ച് പാപികൾക്കുള്ള ഇടമായിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോവുകയാണ്. ആകയാൽ കേട്ടുകൊള്ളുവിന്, ഞങ്ങൾ അതും ഇതും പറയുന്നില്ല. ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിൽക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടാണ്. നിങ്ങൾ യഥാർത്ഥമായിട്ടും സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നവരാണ്. ആകയാൽ സുവിശേഷത്തെ നിഷേധിക്കുന്നവര് നിങ്ങളുടെ പുരോഹിതന്മാരാണെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. കാരണം എന്താണ്? പാപമോചനം നേടാതെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോകാവസാനമുണ്ട്. ലോകാവസാന ദിവസം പാപികളെല്ലാം എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. ഒരു നാളും നീങ്ങിപ്പോകാത്ത നരകവിധിയിലേക്ക് നിങ്ങൾ എരിയപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർദ്രതയോടും മനസ്സലിവോടും ദൈവം തന്നെ അധികാരത്തോടും കൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ, എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്.